തെറി പറയാൻ അറിയാത്തോണ്ടല്ല, നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ചത്തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ചത്തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അർജുവും നമ്മുടെ ജോജി തമ്പിയും. അർജു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പലതരം ബ്ലോഗേഴ്സിനെയും കമൻറ്റോളികളെയും ഇതേപോലെ ഗിവ് അവേ നൽകുന്ന ആളുകളെയൊക്കെ നല്ലപോലെ പിടിച്ചൊരു റോസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസമായി. അപ്പോൾ എല്ലാവരും പറയുന്ന അതിന് പ്രതികരിച്ചുകൊണ്ടാണ് ജോജി തമ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ എനിക്ക് കണ്ടിട്ട് അത് അർജുവിന് ഒരു റിപ്ലൈ പോലെ തോന്നിയിട്ടില്ല. ശരിക്കും ജോജി തമ്പി ചെയ്തൊരു റിയാക്ഷൻ വീഡിയോ ശരിക്കും അത് പല പേജിലും, അതായത് അർജു ഒരു വീഡിയോ ഇട്ട ശേഷം പല പേജിലും പല ആളുകളും നല്ല രീതിക്കുള്ള ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് ജോജിക്ക്, അതായത് ജോജി തമ്പിക്കെതിരെ നല്ല രീതിക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കെന്തായാലും നമ്മുടെ അർജു ഇട്ട വീഡിയോസിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കാണാം. ഒരുപാടൊന്നും വെക്കുന്നില്ല. ഈ ജോജി തമ്പി ഉദ്ദേശിച്ച് കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം മാത്രം ഞാൻ ഇവിടെ വെക്കാം. എന്തായാലും ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? വ്യൂസ് കൊണ്ടേ ചെയ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. 10 ലക്ഷം രൂപ? 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തി, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് ചോദിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതൊക്കെ. എടാ എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. നിങ്ങളെന്തായാലും കണ്ടു കാണും. അതിൽ നല്ലപോലെ ഊക്കി എറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നല്ലോ, ആ ബീജിയവും അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ, അതായത് അർജു ഇട്ട വീഡിയോ വന്ന ശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ജോജി തമ്പിക്കെതിരെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പല പേജസിലായിട്ട്, പല ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റീൽസ് ഇങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്തിരിക്കുമ്പോൾ ഞാൻ തന്നെ പല പേജസിലും കണ്ടിട്ടുണ്ടായിരുന്നു. ബീജിയമും കുത്തി കയറ്റി പുള്ളിക്കാരനെ മെൻഷൻ ചെയ്ത് ഒരുപാട് നെഗറ്റീവ് എന്ന രീതിയിൽ അതിലും കമൻറ്റ്സ് ഇടാൻ കുറേ പേരുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഈ ഗിവ് അവേ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമല്ല, ഫാമിലി ബ്ലോഗേഴ്സിനെ, കമൻറ്റോളികളെ, അങ്ങനത്തെ കുറേ പേരെ പിടിച്ച് ഊക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അർജുൻ. പക്ഷേ അർജുൻ അന്ന് വീഡിയോ ഇട്ട ദിവസം തന്നെ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, പുള്ളിക്കാരൻ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ എടുക്കുവാണെങ്കിൽ അർജു അഭിനയിക്കേണ്ട, ജീവിച്ച് കാണിച്ചാൽ മതി. കാരണം അത്രത്തോളം ബെറ്റിംഗ് ആപ്പുകളും ഇങ്ങനത്തെ ഇല്ലീഗൽ ആപ്പുകളും പുള്ളിക്കാരൻ്റെ വീഡിയോയിലൂടെ ഇഷ്ടം പോലെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസൊക്കെ ജസ്റ്റ് എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ സൂപ്പിലൂടെ പുള്ളിക്കാരൻ ആ പരസ്യത്തിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടതായിരിക്കും. ഈ ബെറ്റിംഗ് ആപ്പും ഗ്യാമ്പിളിംഗ് ആപ്പും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, എസ് അഭിജിത്ത്. ഞാനും പോയി നോക്കി, എല്ലാവരും നോക്കുമ്പോൾ ഞാനും പോയി ആ അക്കൗണ്ടിൽ നോക്കി. അർജുക്കെതിരെ വീഡിയോ, അതും കുറേ നാൾക്ക് മുമ്പേ എസ് അഭിജിത്ത് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് എന്തായാലും കാണാം. യൂട്യൂബർ അർജു ചെയ്യുന്നതോ? ഞാൻ വെറും 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നോക്കും. അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് My 11 Circle ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പ് ആണ്. ബൈനോമോ, ഒക്ടാഫെക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? എന്തുവാടേ, ഞാൻ റിച്ചാന്ന് സ്വപ്നം കണ്ടു. നിനക്ക് സ്വപ്നത്തിൽ മാത്രമല്ല റിയൽ ലൈഫിൽ നിനക്ക് റിച്ച് ആകാം. അതെങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെറും 1 രൂപ കൊണ്ട് സൂപ്പിയിൽ ഇന്ത്യയുടെ സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നോക്കും. അർജുൻ, നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ 1 രൂപയും കൊണ്ട് 1 ലക്ഷം രൂപ സുപ്പിയിൽ നിന്നും ഉണ്ടാക്കിയതിന്റെ പ്രൂഫ് കാണിക്കാൻ സാധിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരും 1 ലക്ഷം. കണ്ടില്ലേ, ഈ വീഡിയോയിലും അഭിജിത്തിൻ്റെ സ്ഥിരം ശൈലി പോലെ തന്നെ അതിൽ ലാസ്റ്റ് ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അർജു മാത്രമല്ല, ആരും ഇങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്ത ആരും ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം 1 രൂപ കൊണ്ട് 1 ലക്ഷം രൂപ കിട്ടുന്ന കളി അതിൽ കളിച്ച് കാണിച്ചു തന്നാൽ എസ് അഭിജിത്ത് 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അർജു റോസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ടൊരു കണ്ടന്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അർജുനെ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആളുകൾ പിടിച്ച് ഏറി കയറ്റുന്നുണ്ട്. കാരണം കമൻറ്റ് സെക്ഷൻ വരെ എടുത്ത് നോക്കിയാൽ മതി.
സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി ഏത് തരം ആപ്പും ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ, അതായത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല, ഇവരാരെയും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇരിക്കാതിരിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഒരുതരം അന്ധമായിട്ടുള്ള ഫാൻസ് അങ്ങനെ ആകാതിരിക്കുക. അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജോജി തമ്പി. ഈ ജോജി തമ്പിയും അർജുവും ഇവർ രണ്ടുപേർക്കും ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാവാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ അവർ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അതായത് ഫിൽ ദ ഗ്യാപ്പ് എന്നൊക്കെ പറയും. അതായത് അർജു വന്ന സമയത്ത് റോസ്റ്റിംഗ് ചാനലുകളോ അങ്ങനത്തെ ചാനലുകളോ ഭയങ്കര കുറവായിരുന്നു. കുറവല്ല, ഇല്ലയെന്ന് തന്നെ പറയാം. അർജു ആണെന്ന് തോന്നുന്നു ആ ഒരു ട്രെൻഡ്, ആ കോവിഡ് സമയത്ത് ആ ഒരു ട്രെൻഡ് റൈസ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയൊരു കണ്ടന്റ് ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി. അർജുവിൻ്റെ ഗ്രോത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തത് കൊണ്ട് പുള്ളിക്കാരനെ പെട്ടെന്ന് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രോത്ത് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എവിടെ ആയാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും നല്ല രീതിക്കുള്ള ഉയർച്ച ഉണ്ടായി. അതുപോലെ തന്നെയാണ് ജോജി തമ്പി. പുള്ളിക്കാരൻ ഗീവ് അവേ ഒരു ട്രെൻഡാക്കിയ ഒരാളാണ്. ഇതിനു മുമ്പേയും ഗീവ് അവേ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ മാക്സിമം പോയ ഒരു ഫോൺ അത്ര തന്നെയായിരുന്നു ഗീവ് അവേ. ഒരു കാറ് ഒരു ഗീവ് അവേ കൊടുക്കാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ഒരാൾ ജോജി തമ്പി തന്നെയാണ്. ആദ്യത്തെ ട്രെൻഡ് കേരളത്തിൽ കൊണ്ടുവന്ന പുള്ളി തന്നെയാണ്. പുള്ളിക്കാരനും അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. പുള്ളിക്കാരൻ കയറി വന്നു. ഇപ്പോൾ ഏകദേശം 3.8 M അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്കാരൻ. ഒരുപാട് ഗീവ് അവേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട്. കാരണം ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരൻ്റെ തുടക്കം തന്നെ ഗീവ് അവേ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു വേറെ ലെവലിൽ കാറ് ഗീവ് അവേ കൊടുത്താണ് പുള്ളിക്കാരൻ്റെ ആ ഒരു അരങ്ങേറ്റം തന്നെ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ മറ്റേ ജോജി തമ്പിയുടെ ഫാനാണ്, അർജുവിനെ ഫുള്ള് നെഗറ്റീവ് പറയാൻ വന്നതാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഉള്ള കാര്യം പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ജോജി തമ്പി ഇട്ട വീഡിയോ ഒന്ന് കാണാം. ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവന്മാർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാർ പറയുന്നത്. എടാ ആയിക്കോട്ടെ, എടാ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ? എടാ 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണമത്. അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ എന്റെ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിഞ്ഞിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡിൽ പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീയൊക്കെ ചുമ്മാ വന്നിങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ നീ ഗീവ് അവേയുടെ കാര്യമില്ല. എടാ എന്റെ സ്വന്തം വണ്ടി ഗീവ് അവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവ് അവേ ട്രെൻഡ് ആക്കി എടുത്തത്. എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് പലർക്കും വേണ്ടി പല ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടാ ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ് അവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത്, ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. എടാ ഈ ഗീവ് അവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവ് അവേ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. എടാ ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെയൊക്കെ ഈ കുരു പൊട്ടം തുടങ്ങിയത്. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സിൽ നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല പലതും ചെയ്യാൻ അറിയാം. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടിയില്ല. പിന്നെ ഞാൻ ചിലതൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്നവരെ ഞാൻ അങ്ങ് ബ്ലോക്ക് ആക്കാം, വേറെ ഒന്നുമല്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അറ്റത്ത് സംസാരിക്കേണ്ടി വരും. പിന്നെ ഞാൻ എന്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് ബ്ലോക്ക് ആക്കി വിടും പലരും. എടാ എത്രയൊക്കെ നല്ലത് ചെയ്താൽ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറയേണ്ട ഉണ്ടല്ലോ, സമ്മതിക്കണം ഇവനെയൊക്കെ. കണ്ടില്ലേ, ആ വീഡിയോയുടെ തുടക്കം തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ലഹരിക്ക് എതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കുറേ നെഗറ്റീവ്സ് വരാൻ തുടങ്ങിയതെന്ന്. എനിക്ക് ആ ഒരു സംഭവം കേട്ടിട്ടാണ് ഒരിക്കലും അർജു ആ ഒരു വീഡിയോയിൽ അങ്ങനെ ലഹരിയുടെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് അർജുവിന് കൊടുത്തൊരു റിപ്ലൈ ആണെന്ന്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, പല ഇൻസ്റ്റഗ്രാം പേജസും ഈ ഒരു അർജുവിൻ്റെ വീഡിയോ ഇറങ്ങിയ ശേഷം പുള്ളിക്കാരനെ നെഗറ്റീവ് ഷെയ്ഡാക്കാൻ വേണ്ടി പല രീതിയിലുള്ള റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ മേ ബി അതിനുള്ള റിപ്ലൈ ആയിരിക്കും ഇതൊക്കെ. ഈ വീഡിയോയിൽ അതേപോലെ തന്നെ ജോജി തമ്പി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നീയൊക്കെ സഹായിക്കുന്നുണ്ടോ, തേങ്ങ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ബ്രോയെ പോലെ സഹായിക്കുന്നത് എല്ലാവരും വീഡിയോ എടുത്ത് ഇടണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ, എനിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല താല്പര്യമുള്ള ആളാണ്. ഒരാളെ ഹെൽപ്പ് ചെയ്താൽ ഞാൻ അതൊരിക്കലും ഒരു വീഡിയോ ആക്കി ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഇടണമെന്നില്ല. സോ അങ്ങനെ പറയാൻ പറ്റില്ല. ബ്രോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
ഇപ്പം സഹായിക്കുന്നത്, വീഡിയോ എടുത്തിടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഓക്കെ, അതുപോലെ ആയിരിക്കണമെന്നില്ല എല്ലാവരും. അതേപോലെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടുവന്നപ്പോൾ പലരും റിയാക്ട് ചെയ്യുന്നത് കണ്ടു. അതായത് പുള്ളിക്കാരൻ കാറാണ്, അതായത് ലക്ഷറി ബ്രാൻഡ് കാറാണ് ഗീവ് അവേ ചെയ്യുന്നത്, അത് ചിലപ്പോൾ ഏതെങ്കിലും പാവത്തിനായിരിക്കും കിട്ടുന്നത്, അവ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കും എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ആ ഒരു കിട്ടിയ ആൾ എനിക്ക് തോന്നുന്നില്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുമെന്ന്. സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, കുറച്ച് നാൾ ഒട്ടിക്കും. കുറച്ച് നാളെന്ന് പറയുമ്പോൾ ആ ഒരു മോഹം തീരുന്നവരെ, അങ്ങനത്തെ ഒരു ലക്ഷറി ബ്രാൻഡ് കാറ് കിട്ടിയതല്ലേ, കുറച്ച് നാളത്തേക്ക് ഓട്ടിക്കും, എന്നിട്ട് മറച്ച് വിൽക്കും, പൈസയ്ക്ക് മറച്ച് വിൽക്കും. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാൻ പോകുന്നത്. ഇപ്പം ചിലപ്പം വീട്ടിൽ സാമ്പത്തികം ഉള്ള ആൾക്കാണ് കിട്ടണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുമായിരിക്കും. ഇപ്പോൾ എനിക്കാണ് കിട്ടണമെങ്കിൽ ഞാൻ മാക്സിമം കൂടി പോയ ഒരാഴ്ച എങ്ങനെ ഓട്ടിക്കും, അത് കഴിഞ്ഞ് വണ്ടി വിൽക്കും, കാരണം പൈസയ്ക്ക് ആവശ്യമുണ്ട്. സോ അപ്പോൾ ഈ കാറൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഇതാണ് ഉത്തരം. കാറ് വിൽക്കാൻ പറ്റും ബ്രോ, വിറ്റാൽ മതി, വിറ്റാൽ പൈസ കിട്ടും. ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ലഹരിയുടെ കാര്യം. ഈ ലഹരിയുടെ കാര്യം എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ എടുത്തിടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം അർജുന് കൊടുക്കുന്ന റിപ്ലൈ ആണ് എങ്കിൽ, ഞാൻ പിന്നെയും പറയുന്നു, അർജുന് കൊടുത്ത റിപ്ലൈ ആണെങ്കിൽ ഒരിക്കലും ലഹരിയുടെ കാര്യം എടുത്തിടേണ്ട കാര്യമില്ല. അതെന്തിനാണ് പറയുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. മേ ബി ഞാൻ പറഞ്ഞ പോലെ പല പേജസിലും പുള്ളിക്കാരനെതിരെ ഹെയ്റ്റ് കണ്ടപ്പോൾ പുള്ളിക്കാരൻ താങ്ങാൻ പറ്റി കാണില്ല. കാരണം ഇത്രയും നാളും ഒരു നന്മ മരം എന്ന ഒരു ലേബലിലാണ് അണ്ണം പൊക്കോണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇത്രയും ഒരു ഹെയ്റ്റ് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരന് ചിലപ്പം താങ്ങാൻ പറ്റി കാണില്ല. അതായിരിക്കും മേ ബി ഇങ്ങനെ ഇത്രയും സെൻസിറ്റീവായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. ഇവർ ആദ്യമൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന്, പിന്നെ പറയുന്നു നിന്നെയൊക്കെ കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ പറയുന്നില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും പറഞ്ഞ വഴിക്ക്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ പല കമൻറ്റ് സെക്ഷനും എടുത്തു പോകണം. അതിൽ അർജു ഫാൻസ്, ജോജി തമ്പി ഫാൻസ്, എന്തിനാണ് നിങ്ങളിങ്ങനെ അന്ധമായിട്ടുള്ള ഫാൻസുകളാവുന്നത്? ഒരാളുടെ അന്ധമായിട്ടുള്ള ഫാൻസ് ആവാതിരിക്കുക. റിയൽ ലൈഫും നല്ല ഡിഫറൻ്റാണ്. അത് പല കേസിൽ നമ്മൾ കണ്ടതുമാണ്. സോ ആരുടെ അന്ധമായ ഫാൻസ് ആവാതിരിക്കുക. ഫാൻസൊക്കെ നല്ലതാണ്, പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. ഇപ്പോൾ തന്നെ അർജു വന്ന വഴി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ അതായത് സബ്സ്ക്രൈബ് ചെയ്തവരെ പലതരം ബെറ്റിംഗ് ആപ്പിലൂടെ പലതരം കുഴിയിൽ ചാടിക്കുക. അതാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജോജി തമ്പിയുടെ അടുത്തൊരു റെസ്പെക്റ്റ് തോന്നണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരിക്കലും ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ആപ്പുകളൊന്നും പ്രൊമോട്ട് ചെയ്ത് പൈസ വാങ്ങിച്ചിട്ട് നന്മമരം കളിച്ചിട്ടില്ല. അങ്ങനെ നന്മമരം കളിക്കുന്ന ഒരു വലിയ പുള്ളി ഉണ്ടായിരുന്നു. ഏതൊരു പ്രശ്നം വന്നാലും ആ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് പുള്ളിക്കാരനെ മെൻഷൻ ചെയ്യും, പുള്ളിക്കാരൻ സഹായിക്കും എന്ന രീതിക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗാംബ്ലിംഗ് ആപ്പിന് പ്രശ്നം വന്ന ശേഷം പുള്ളിക്കാരനെ കാണാൻ പോലുമില്ല. ഒരു മുട്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സോ അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക, ആരുടെയും അന്ധമായ ഫാൻ ആവാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷമാകാൻ പോകുന്നത്.